ഭാഗമാണല്ലോ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവവചന ശുശ്രൂഷ. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിൽ നമുക്കറിയാം, വചനം പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. മനുഷ്യന്റെ ജീവന് ആധാരമായിരിക്കുന്നത് അവൻ ആത്മീയ ആരോഗ്യമുള്ളവരായി മാറണമെങ്കിൽ ദൈവവചനം കേൾക്കണം. ശരീരത്തിന് ആഹാരം നല്ല ഭക്ഷണമാണെങ്കിൽ അകത്തെ മനുഷ്യന്, ആത്മീയ മനുഷ്യന് ആരോഗ്യമുള്ളവനായി മാറണമെങ്കിൽ, അവൻ വഴിതെറ്റിൽ പോകാതെ പാപരഹിത ജീവിതം നയിക്കണമെങ്കിൽ ദൈവവചനം ആവശ്യമാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഇതാണ്: യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ എങ്ങനെ ലഭിക്കും? യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഒരിക്കൽ കൂടെ ആ രക്ഷയൊന്ന് പുതുക്കുന്നത് നല്ലതാണ്. കാരണം ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകി. അപ്പൊ എല്ലാവരുമല്ല, എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കില്ല, നിത്യനാശമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ, അവിടെ ജാതിയോ മതമോ വർഗമോ നിറമോ കുലമോ ഇല്ല. ഈ ലോകത്ത് ജനിച്ച ഏതൊരു മനുഷ്യനും, ഏതൊരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും, ഏതൊരു മനുഷ്യനും ആണിനായാലും പെണ്ണായാലും, മെയിലോ ഫീമെയിൽ, ആർക്കും അവൻ പുത്രനിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ അവന് നിത്യജീവൻ ഉറപ്പാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്: ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെടും? ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെടും? മനുഷ്യന് വിദ്യാഭ്യാസമുണ്ട്, സമ്പത്തുണ്ട്, പ്രശസ്തിയുണ്ട്, ഇതുകൊണ്ട് എല്ലാം നേടാമെന്ന് മനുഷ്യന് നേടാൻ കഴിയും. വിദ്യാഭ്യാസം, സമ്പത്ത്, പ്രശസ്തി, ഇതൊക്കെ നമുക്ക് നേടാൻ കഴിയും. എന്നാൽ ആത്മാവിന്റെ രക്ഷയില്ല എങ്കിൽ, ആത്മാവിന്റെ രക്ഷയില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ്. നീ ജീവിച്ചതും നീ ചരിച്ചതും നീ ചെയ്തതും എല്ലാം വ്യർത്ഥമാണ്. അപ്പൊ നിന്റെ ആത്മാവിന്റെ രക്ഷ നീ ഉറപ്പിക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, 8:36 ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവിടുന്ന് എന്ത് പ്രയോജനം? അവന് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, ബംഗ്ലാവുണ്ട്, കാറുണ്ട്, പക്ഷെ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? നീ പുഴുവിന് ഇരയായിത്തീരും, നരകത്തിൽ വെന്തു പോകുമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. അവർക്കെല്ലാം ഉണ്ട്, ഒരു പ്രയോജനവുമില്ല. രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മതമാറ്റമല്ല. രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മതമാറ്റമല്ല, മറിച്ച് ഒരു സഭയിൽ ചേരലുമല്ല രക്ഷ. ഒരു മതമാണല്ലോ, വേറെ സഭയിൽ ചേരുന്നതല്ല രക്ഷ. രക്ഷ എന്നത് പാപത്തിൽ നിന്ന് വിടുതലാണ്. വിടുതൽ പ്രാപിച്ച് യേശുക്രിസ്തുവിലൂടെ ദൈവവുമായിട്ട് വീണ്ടും ബന്ധപ്പെടുന്നതാണ്. രക്ഷ എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുക്രിസ്തുവിലൂടെ ദൈവവുമായിട്ട് വീണ്ടും ബന്ധപ്പെടുന്നതാണ്. അതായത് ആഴ്ചയാഴ്ച കുമ്പസാരിക്കുന്നതല്ലേ ഇവിടെ പറയുന്നത്. പാപമോചനം പ്രാപിച്ച വ്യക്തി, പാപം ഏറ്റുപറഞ്ഞ വ്യക്തി, പാപമോചനം പ്രാപിച്ച വ്യക്തി യേശുക്രിസ്തുവിലൂടെ ദൈവ
ബന്ധപ്പെടുന്നതാണ്. എന്നുവെച്ചാൽ പാപത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക വഴി ദൈവത്തോട് നിരപ്പിക്കുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന് രക്ഷ ആവശ്യമായി വന്നത്? മനുഷ്യന് രക്ഷ ആവശ്യമായി വന്നത് എല്ലാവരും പാപികളായതുകൊണ്ടാണ്. റോമാലേഖനം 3:21 പറയുന്ന ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. സകല മനുഷ്യരും പാപികളാണ്. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് മനുഷ്യന് രക്ഷ ആവശ്യമാണ്. നമുക്കറിയാം, ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ചാർജ് ഇല്ലാതെ പ്രവർത്തിക്കാത്തതുപോലെ അത് പ്രവർത്തിക്കുമോ? മൊബൈൽ ഫോണിന് ചാർജ് ഇല്ലെങ്കിൽ അത് പ്രവർത്തിക്കത്തില്ല. ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യ ജീവിതവും ആത്മീയമായി മരിച്ച അവസ്ഥയിലാണ്. പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, ഞായറാഴ്ച ആരാധനയില്ല, പാട്ടുകൾ പാടില്ല, ദൈവത്തെ സ്തുതിക്കില്ല. അവൻ പാപത്തിൽ മരിച്ച് ആത്മീയ മരണം സംഭവിച്ചവനാണ്. അവൻ ദൈവത്തിന് അകന്നുപോയവനാണ്. നോക്കണമേ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. റോമാലേഖനത്തിലെ 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം പറയാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന് മരണമുണ്ട്. മരിക്കുന്ന എല്ലാവരും മരിക്കും, മരിക്കുന്നത് എല്ലാവരും മരിക്കും. നിത്യമരണത്തെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നത്. നിത്യമരണം, ലോകമരണവും ഉണ്ട്. ഈ ലോകത്തിൽ നമ്മൾ വേഗത്തിൽ മരിക്കും, പാപത്തിൽ മരിക്കും. പാപം ചെയ്ത മരിച്ചതിനെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആ ദൂർത്തുപുത്രൻ, നീ മരിച്ചവനായിരുന്നു, നീ തിരിച്ചു വന്നിരിക്കുന്നു. നീ മരിച്ചവനായിരുന്നു, നീ തിരിച്ചു. ദൈവത്തിന് അകന്നു പോയവൻ പാപത്തിൽ മരിച്ചവനാണ്. അവൻ മരിച്ച പാപത്തിന്റെ ശമ്പളം മരണമാണ്. അവന് നിത്യമരണമുണ്ട് എന്ന് പറഞ്ഞാൽ അവന് പിന്നെ നിത്യജീവനില്ല. കെടാത്ത തീയിലും ചാകാത്ത പുഴുവിലും നിത്യദണ്ഡനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നമുക്കറിയാം, ഒരു കുറ്റവാളി അവൻ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവനൊരു തെറ്റുപറ്റി. അവന്റെ ജീവിതത്തിൽ അവൻ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. നല്ല മനുഷ്യനായിരുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അവനറിയാതെ അബദ്ധം പറ്റി, അവനൊരാളെ കൊന്നു. അവൻ എത്ര നല്ലവനാണെങ്കിലും അവന് ശിക്ഷ കിട്ടാതിരിക്കില്ല. ലോക കോടതി അവനെ ശിക്ഷിക്കും. അവന് അതിന്റെ മുൻകാലങ്ങളെ അവന് നോക്കത്തില്ല. അവൻ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ ലഭിക്കും. അതുപോലെ പാപത്തിന് ന്യായവിധിയുണ്ട്. പാപിയായ മനുഷ്യന് ന്യായവിധിയുണ്ട്. ദൈവവചനം അനുസരിക്കാത്തവന് ന്യായവിധിയുണ്ട്. ഇതിൽ നിന്നുള്ള ഏക രക്ഷാമാർഗം യേശുക്രിസ്തുവാണ്. മനുഷ്യന് ഈ ലോകത്ത് ഏക രക്ഷാമാർഗം യേശുക്രിസ്തുവാണ്. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യമക്കൾ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമം മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ആ യേശുവിൽ ആശ്രയിച്ചാൽ, ആ യേശുവിൽ അഭയം പ്രാപിച്ചാൽ, നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നീ നിത്യ ജീവനിലേക്ക് പ്രവേശിക്കും. പിന്നെ നിനക്ക് ന്യായവിധിയില്ല. യേശു വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. റോമാലേഖനം 5:8 പറയുന്നതാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോട് സ്നേഹത്തെ പ്രദർശിപ്പിക്കണം. അപ്പൊ നാം പാപിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി യാഗമായി മാറിയത്, നമുക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ്. ആ ദൈവം തന്റെ ഏകജാതനെ പുത്രൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവത്തിന് എത്രമാത്രം നമ്മളോട് സ്നേഹമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. യോഹന്നാൻ 14:6 എന്ന് പറയുക, യേശു അവനോട്, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നില്ല. പ്രിയ സഹോദരങ്ങളെ,
ദൈവത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. യേശു മാത്രമാണ് ഏക വഴി, ഏക വഴി, ഏക വഴി. വെള്ളത്തിൽ മുങ്ങുന്ന ഒരു വ്യക്തിക്ക് അവനെ രക്ഷിക്കുവാൻ എന്ത് ചെയ്യണം? ജീവൻ രക്ഷാ ബോട്ട് വേണം. ഒരു ജീവൻ രക്ഷാ ബോട്ടില്ലെങ്കിൽ വെള്ളത്തിൽ പോകുന്നയാളെ അല്ലെങ്കിൽ നീന്തി ചെന്ന് രക്ഷിക്കാൻ ഒരു നീന്തൽ അറിയാവുന്ന ആളില്ലാതെ ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് കഴിയില്ല. അതുപോലെയാണ് പാപത്തിൽ മുങ്ങിയ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. പാപത്തിലായിപ്പോയ ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ വർഷം അനേകം ആളുകളെ കഞ്ചാവിറ്റതിനും MDMA ഒക്കെ പിടിച്ചു. കുറെ ആളുകൾ ജയിലിലുണ്ട്. അതിന്റെ ഉറവിടങ്ങളിൽ പോയി അവരെ പൊക്കി ഒരു കാര്യമില്ല. കൂടുപോലെ കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവ് പിടിച്ചുകൊണ്ടിരിക്കുക, മയക്കുമരുന്നുകൾ ലഹരികൾ പിടിച്ചുകൊണ്ടിരിക്കുക, കൊച്ചു കുട്ടികൾ മുതൽ വലിയവര് വരെ. കാരണം മനുഷ്യരെല്ലാവരും പാവികളാണ്. അവർ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്, ജനിച്ചത് കൊണ്ടാണ് പാപം ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെല്ലാവരും പാപികളാണ്. ആ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. മറ്റൊരു ഇസത്തിനും മാനവകുലത്തെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ജയിലുകളുടെ എണ്ണം പെരുകുന്നു, കുറ്റവാളികളുടെ എണ്ണം പെരുകുന്നു. എന്താ കാരണം? മനുഷ്യരെല്ലാവരും പാപികളാണ്. ഈ പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. ആർ യേശുവിനെ സ്വീകരിക്കുന്നുവോ, ആർ യേശുവിനെ വിശ്വസിക്കുന്നുവോ അവന് രക്ഷ പ്രാപിക്കാം. അവന് ന്യായവിധിയില്ല, അവൻ പിന്നെ പാപം ചെയ്യില്ല. യേശുവിലൂടെയുള്ള രക്ഷ അവൻ സ്വന്തമാക്കുമ്പോൾ പിന്നെ അവൻ പാപത്തിന് അധീനനല്ല. അവൻ പാപം അവൻ ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിക്കും. കാരണം വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. എങ്ങനെ ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കാം? ഞാൻ ഒരു പാപിയാണ് എന്ന് തിരിച്ചറിയണം. ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിയണം. ചുങ്കക്കാരനെ നമുക്ക് നോക്കാം. ലൂക്കോസ് 18:13. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ തുനിയാതെ മാർത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിവ്, ഞാനൊരു തെറ്റുകാരനാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്ത് ചെയ്യണം? നമ്മൾ മാനസാന്തരപ്പെടണം. ഞാനൊരു പാപിയാണെന്ന് സമ്മതി. ഇത് പലർക്കും ഞാൻ ചെയ്യുന്നത് പാപമല്ലെന്നാ, അവർക്ക് തെറ്റെന്താണോ ശരിയെന്താണെന്ന് അവർക്ക് അറിയില്ല. കഞ്ചാവ് വിൽക്കുന്നവൻ അറിയില്ല, ഞാൻ അനേകരെ കൊല്ലുന്നത് തെറ്റാണെന്ന് അവൻ അറിയില്ല. ഒന്ന്, ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിയണം. അപ്പോസ്തലപ്രവൃത്തി 3:19 ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാറ്റി കിട്ടേണ്ടതിന് മനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ, എന്നാൽ കർത്താവിന്റെ സമുഖത്ത് നിന്ന് അനുഗ്രഹം വരും. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെടണം. ചെയ്തതന്നെ വീണ്ടും ചെയ്യല്, ചെയ്തതന്നെ വീണ്ടും ചെയ്യുന്നത് മാനസാന്തരമല്ല. ചെയ്തതന്നെ വീണ്ടും ചെയ്യരുത്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതന്നെ വീണ്ടും ചെയ്യരുത്. എന്താ മാനസാന്തരം? പാപത്തെ വെറുക്കുക, പാപത്തെ വിട്ടുമാറുക. കാരണം പാപം, ഉൽപ്പത്തി പറയുന്നു, പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപത്തെ വിട്ടുമാറുക, പാപം വിട്ടുമാറുക, പാപത്തെ വെറുക്കുക, ദൈവത്തിലേക്ക് തിരിയുക. അപ്പൊ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾ, തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാള് ലക്ഷ്യസ്ഥാനത്തെത്താൻ തിരിഞ്ഞു വരണം. എറണാകുളത്തേക്ക് പോകുന്ന വ്യക്തി ഇടുക്കിയിലേക്കുള്ള വണ്ടി കയറി അടിമാലി ചെന്നപ്പോ പുള്ളി ഓർക്കുക, ഞാൻ വഴി തെറ്റിപ്പോയല്ലോ, അടിമാലി തിരിച്ച് എറണാകുളം വണ്ടി കയറി എറണാകുളത്തേക്ക് പോകണം. തെറ്റായ വഴിയിൽ പോകുന്ന വ്യക്തി ലക്ഷ്യസ്ഥാനത്തെത്താൻ തിരിഞ്ഞു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 16:31 പറയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക,
രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. അപ്പൊ കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുന്നതാണ് യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതാണ്. അപ്പൊ പൂർണ്ണമായ യേശു ക്രിസ്തുവിനോടുള്ള ഒരു പൂർണ്ണമായ ആശ്രയത്വം നമുക്ക് ആവശ്യമാണ്. വിമാനത്തിൽ കയറുന്ന ഒരു വ്യക്തി ആ പൈലറ്റിൽ വിശ്വസിക്കും അല്ലേ? അല്ലെങ്കിൽ എന്താ, നമുക്ക് ധൈര്യത്തോടെ വണ്ടി അതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റുമോ? ആ പൈലറ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും എന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ട്, ഒരു വിശ്വാസമുണ്ട്. രക്ഷയുടെ പൈലറ്റിലിരിക്കുന്ന യേശുവിനെ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ, സ്വർഗത്തിലെത്തുവാൻ കഴിയും. യേശുവിനെ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിക്കണം. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ യേശുവിനെ കൈക്കൊള്ളുക വഴി നമ്മൾ ദൈവമക്കളായിട്ട് മാറുകയാണ്, ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശുവിനെ ഹൃദയത്തിൽ യേശുവേ അങ്ങനെ രാജാവായി വാഴണമേ, എന്റെ ഹൃദയത്തിൽ അങ്ങ് സ്വീകരിക്കുന്ന കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, അങ്ങ് രാജാവായി വാഴണമേ. എന്റെ യേശുവേ, അങ്ങ് ഞാൻ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു. മാത്രമല്ല നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറയണം. 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പൊ നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ യേശു ക്ഷമിച്ച് നമ്മെ വിശ്വസ്തനും നീതിമാനുമാക്കും. നമ്മുടെ പാപങ്ങൾ യേശുവിനോട് ആത്മാർത്ഥമായിട്ട് തുറന്ന് പറയണം, ആത്മാർത്ഥമായിട്ട് തുറന്ന് പറയണം. ദിവസം ദിവസം പാപം ചെയ്തിട്ട് ദിവസം ദിവസം പറയാനല്ല. വിശ്വാസി പാപം ചെയ്യാൻ പാടില്ല. എന്നിട്ടൊരു പുതിയ സൃഷ്ടിയെ, പുതിയ ജീവിതം ആരംഭിക്കണം. ഒരു പുതിയ സൃഷ്ടിയെ രൂപാന്തരപ്പെടണം, ഒരു പുതുജീവിതം ആരംഭിക്കണം. 2 കൊരിന്ത്യർ 5:17 പറയുകയാ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവർ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. രക്ഷ ലഭിച്ചാൽ ജീവിതത്തിൽ ആ മാറ്റം കാണണം. ഒരു വ്യക്തിക്ക് രക്ഷ ലഭിച്ചാൽ അതവന്റെ ജീവിതത്തിൽ അതിനെ മാറ്റം കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് രക്ഷ ലഭിച്ചു എന്ന്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ സ്നാനപ്പെട്ടു എന്ന് നമ്മൾ ചെയ്താല്, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. ആ പഴയ പടിയാണെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും നടന്നിട്ടില്ല. രക്ഷ ലഭിച്ചാൽ, ആ വ്യക്തിക്ക് രക്ഷ ലഭിച്ചു എങ്കിൽ അവന്റെ ജീവിതത്തിൽ അതിന്റെ മാറ്റം കാണും. അവന്റെ സംസാരത്തില്, അവന്റെ പെരുമാറ്റത്തില്, അവന്റെ ജീവിത ശൈലിയില് ആ മാറ്റം ഉണ്ടാകും. സങ്കീർത്തനത്തിന്റെ 105-ാമത്തെ വചനം ഇതാണ്, നിന്റെ വചനം എന്റെ കാലിനും ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു പൈതൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഒരു വചനം വായിക്കുവാനും വചനം പഠിക്കുവാനും വചനത്തിൽ ജീവിക്കുവാനും ആഗ്രഹമുണ്ടാകും. 2, ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടാകും. അവൻ നിരന്തരമായി ദൈവവുമായിട്ട് ബന്ധമുണ്ടാക്കും. അവൻ നിരന്തരം ദൈവവുമായിട്ട് ബന്ധമുണ്ടാക്കും. അവൻ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ശ്രമിക്കും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ശ്രമിക്കും. ഒരു മറ്റുള്ളവരോട്
യേശുവിന്റെ രക്ഷയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കും. അവന് മറ്റുള്ളവരോട് യേശുവിന്റെ രക്ഷയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കും. അവൻ മറ്റുള്ളവരോട് യേശുവിന്റെ രക്ഷയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കും. അവന് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുണ്ടാകും. റോമാലേഖനം 8:14 ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പൊ ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ, ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടാകും. അവൻ വചനം പഠിക്കും, വചനത്തോട് ആഗ്രഹം ഉണ്ടാകും, ദൈവമായിട്ട് നിരന്തര ബന്ധമുണ്ടാകും, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കും, സാക്ഷ്യം പറയാനുള്ള ആഗ്രഹമുണ്ടാകും, അവന് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുണ്ടാകും. റോമാലേഖനം 8:14 ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾക്കറിയാം, ധൂർത്തുപുത്രന്റെ ഉപമ എല്ലാവർക്കും അറിയാം. ധൂർത്തുപുത്രൻ പിതാവിന്റെ സമ്പത്തെല്ലാം മേടിച്ച് അവന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചവനാണ്. എന്നാൽ അവന്റെ ജീവിതത്തിന് മാറ്റമുണ്ടായപ്പോൾ അവൻ യേശുവിനെ ആ പിതാവിന്റെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അവൻ പിതാവിന്റെ അരികിലേക്ക് മടങ്ങി വന്നപ്പോൾ പിതാവിന്റെ വീട്ടിൽ നിന്ന് അകന്നു പോയ അവൻ എല്ലാം നഷ്ടപ്പെടാൻ പക്ഷെ അവൻ തിരികെ വന്നപ്പോൾ അവനെ പിതാവ് സ്വീകരിക്കുകയാണ്. അതുപോലെ പാപത്തിന് അകന്നുപോയ മനുഷ്യനെ, പാപത്താൽ അകന്നുപോയ മനുഷ്യനെ ദൈവ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. നമുക്ക് രക്ഷ ലഭിക്കുന്നത് നല്ല പ്രവർത്തികൾ കൊണ്ടല്ല, നമ്മുടെ നല്ല പ്രവർത്തികൾ കൊണ്ടല്ല, നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, മതാചാരങ്ങളാലല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും അവനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. ഒന്നുകൂടെ പറയാം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും അവനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. ഇന്ന് തന്നെ യേശുവിനെ സ്വീകരിച്ച് നമ്മുടെ രക്ഷ നമുക്ക് ഉറപ്പാക്കാം. ഇന്ന് തന്നെ യേശുവിനെ നാം സ്വീകരിച്ച് നമ്മുടെ രക്ഷ നമുക്ക് ഉറപ്പാക്കാം. റോമാലേഖനം 10:9 പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഓർക്കണമേ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ പാപത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള വഴി. മറ്റൊരു വഴിയുമില്ല, മറ്റൊരു മാർഗവുമില്ല, മറ്റൊരു വഴിയുമില്ല, മറ്റൊരു മാർഗവുമില്ല. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ പാപത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള വഴിയാണ്. നമുക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങയുടെ ഹൃദയത്തിൽ രക്ഷകൻ നാഥനായി ഞാൻ സ്വീകരിക്കും.